നമസ്കാരം. കേരള രാഷ്ട്രീയത്തെ ആകെ ഉലച്ചുകൊണ്ട് മുന്നേറുന്ന CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ കേന്ദ്രീകരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണം അത് നിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. കള്ളപ്പണ നിരോധന നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഈ കേസിൽ കഴിഞ്ഞ ദിവസം നടന്ന ദീർഘമായ ചോദ്യം ചെയ്യലിനൊടുവിൽ വരും ദിവസങ്ങളിൽ വീണ്ടും ഹാജരാകാൻ ED ഉദ്യോഗസ്ഥർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ ജൂൺ 29-ാം തീയതി ED ഓഫീസിൽ ഹാജരാകാനാണ് ഔദ്യോഗികമായിട്ട് നോട്ടീസ് നൽകിയിരുന്നതെങ്കിലും രാഷ്ട്രീയ വൃത്തങ്ങളെയും മാധ്യമങ്ങളെയും ഒരേപോലെ അമ്പരപ്പിച്ചുകൊണ്ട് നിശ്ചിത തീയതിക്ക് മുൻപ് തന്നെ വീണ ചോദ്യം ചെയ്യലിനായി EDക്ക് മുന്നിൽ എത്തുകയായിരുന്നു. രണ്ടാം വട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി തൽക്കാലത്തേക്ക് മടങ്ങാൻ അനുവദിച്ചെങ്കിലും അടുത്ത ഘട്ട ചോദ്യം ചെയ്യൽ അത്ര നിസ്സാരമായിരിക്കില്ലെന്ന വ്യക്തമായ സൂചനയാണ് കേസിൻ്റെ നിലവിലെ ഗതി വ്യക്തമാക്കുന്നത്. ഈ കേസിൽ ഇത്രയും നാൾ ഉണ്ടാകാതിരുന്ന ഒരു വലിയ വഴിത്തിരിവ് അതുണ്ടായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ശേഖരിച്ച 134 നിർണായക തെളിവുകൾ കഴിഞ്ഞ ദിവസം EDയുടെ കൈകളിലേക്ക് എത്തിയതോടെയാണ്. കമ്പനികൾ തമ്മിലുള്ള വഴിവിട്ട സാമ്പത്തിക ഇടപാടുകളുടെ കൃത്യമായ വിവരങ്ങൾ അടങ്ങുന്ന ഈ രേഖകൾ കൈമാറാൻ നേരത്തെ ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിട്ടിരുന്നെങ്കിലും പലവിധ സാങ്കേതിക കാരണങ്ങളാൽ ഇത് ലഭിക്കാൻ വലിയ രീതിയിലുള്ള കാലതാമസം നേരിട്ടിരുന്നു. ആദ്യ തവണ ED വീണ വിജയനെ ചോദ്യം ചെയ്ത സമയത്ത് ഈ നിർണായക രേഖകളൊക്കെ തന്നെ അന്വേഷണ സംഘത്തിൻ്റെ പക്കൽ ഉണ്ടായിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ SFIO ശേഖരിച്ച രേഖകൾ EDയുടെ കൈകളിൽ എത്തുന്നതോടെ ചോദ്യം ചെയ്യലിൻ്റെ കാഠിന്യം വർദ്ധിക്കുമെന്നും തനിക്ക് പ്രതിരോധിക്കാനായിട്ട് പ്രയാസമേറിയ ചോദ്യങ്ങൾ നേരിടേണ്ടി വരുമെന്നും മുൻകൂട്ടി മനസ്സിലാക്കിയാണ് നിശ്ചിത തീയതിക്ക് മുൻപേ തന്നെ വീണ EDക്ക് മുന്നിൽ ഹാജരായതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇവിടെ വിലയിരുത്തുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന സുദീർഘമായിട്ടുള്ള ചോദ്യം ചെയ്യലിനിടയിൽ കൃത്യമായ ആസൂത്രണമില്ലാതെ എത്തിയ വീണയ്ക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തന്ത്രപരമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ പല അബദ്ധങ്ങളും പറയേണ്ടി വന്നുവെന്നാണ് EDയോട് അടുത്ത കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തുവരുന്ന സൂചനകൾ. കേസിൻ്റെ മുൻപോട്ടുള്ള യാത്രയിൽ അന്വേഷണ സംഘത്തിന് പുതിയ വഴിത്തിരിവുകൾ നൽകുന്ന പല സുപ്രധാന വിവരങ്ങളും ഈ മൊഴികളിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഈ കേസിൽ EDയുടെ യഥാർത്ഥ ലക്ഷ്യം കേവലം വീണ വിജയൻ എന്ന വ്യക്തി മാത്രമല്ല, മറിച്ച് ഈ ഇടപാടുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചതായിട്ട് സംശയിക്കുന്ന ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ സ്വാധീനത്തിലേക്കുമൊക്കെ തന്നെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുക എന്നത് തന്നെയാണ്. കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച പണം വെളുപ്പിച്ചുവെന്ന അതീവ ഗൗരവമുള്ള കണ്ടെത്തലിലേക്കാണ് കള്ളപ്പണ നിരോധന നിയമപ്രകാരമുള്ള ED അന്വേഷണം ഇപ്പോൾ ചെന്നെത്തി നിൽക്കുന്നത്. കള്ളപ്പണ ഇടപാടുകൾക്ക് ആധാരമായ യഥാർത്ഥ കുറ്റകൃത്യം നടന്നിരിക്കുന്നത് ഭരണതലത്തിലാണെന്നതാണ് ഈ കേസിനെ രാഷ്ട്രീയമായിട്ട് നിയമപരമായിട്ടും അതീവ അപകടകരമായിട്ടുള്ള ഒരു തലത്തിലേക്ക് എത്തിക്കുന്നത്. ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായും മൈനിങ് അനുമതികളുമായും ബന്ധപ്പെട്ട് CMRL കമ്പനിക്ക് ലഭിച്ച അവിഹിതമായിട്ടുള്ള സഹായങ്ങളുടെ പ്രത്യുപകാരമായിട്ടാണ് ഈ പണം കൈമാറിയതെന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പ്രാഥമിക നിഗമനം. ഈ സാഹചര്യത്തിൽ വീണ വിജയനെ ധൃതി പിടിച്ച് അറസ്റ്റ് ചെയ്താൽ കോടതിയിൽ നിന്ന് എളുപ്പത്തിൽ അവർക്ക് ജാമ്യം ലഭിക്കാനും അതുവഴി കേസ് ദുർബലമാകാനും സാധ്യതയുണ്ടെന്നും EDക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അതീവ പ്രാധാന്യത്തോടെയും കൃത്യമായ തെളിവുകളുടെ പിൻബലത്തോടെയും മാത്രമേ അന്തിമ നിയമ നടപടികളിലേക്ക് കടക്കുവെന്ന ഉറച്ച തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. ഏതായാലും EDയുടെ അടുത്ത നീക്കം വീണ വിജയനെ മൂന്നാം വട്ടവും ചോദ്യം ചെയ്തതിനൊപ്പം തന്നെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തെ ഭരണപരമായിട്ടുള്ള തീരുമാനങ്ങളെക്കുറിച്ച് അന്നത്തെ മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെ നേരിട്ട് മൊഴിയെടുക്കുക എന്നതാണെന്നാണ് നിലവിലെ സൂചന. നിലവിൽ മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള വ്യക്തിയുടെ ഭരണകാലത്ത് നടന്ന സുപ്രധാന ഫയൽ നീക്കങ്ങളും അനുമതികളുമൊക്കെ തന്നെ ED വളരെ വിശദമായിട്ട് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. കള്ളപ്പണ ഇടപാടുകൾക്ക് പുറമെയായിട്ട് ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് അഴിമതി നടത്തി എന്ന ഒരു വശം കൂടി ഇതിൽ അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ കൂടുതൽ വിപുലമായിട്ടുള്ള അന്വേഷണ അധികാരങ്ങളുള്ള CBI കൂടി ഈ കേസിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ ഇവിടെ തള്ളിക്കളയാനാവില്ല. ഏതായാലും വരും ദിവസങ്ങളിൽ വീണയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങളൊക്കെ നീങ്ങിയാൽ സ്വാഭാവികമായിട്ടും അന്വേഷണം മുൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നേരിട്ട് വ്യാപിപ്പിക്കാനായിട്ട് EDക്ക് നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകില്ല. വീണ വിജയൻ്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയും CMRLും തമ്മിൽ ഒപ്പിട്ട സാങ്കേതിക സേവന കരാറിൻ്റെ സുതാര്യതയാണ് ED ഇവിടെ പ്രധാനമായിട്ടും ചോദ്യം ചെയ്യുന്നത്. IT അധിഷ്ഠിത സേവനങ്ങളൊക്കെ നൽകാനെന്ന പേരിൽ ഉണ്ടാക്കിയ ഈ കരാർ വഴി എന്തിനാണ് ഇത്രയും വലിയ തുക കൈമാറിയതെന്നും പ്രസ്തുത കാലയളവിൽ CMRL കമ്പനിക്ക് സർക്കാർ തലത്തിൽ നിന്ന് എന്തൊക്കെ അനർഹമായിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടെന്നും ഇവിടെ ED കഴിഞ്ഞ 7 ദിവസങ്ങളായിട്ട് നടത്തിയ ആഴത്തിലുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ അന്വേഷണത്തിൽ വളരെ വ്യക്തമായ പല വസ്തുതകളും തെളിവുകളുമൊക്കെ തന്നെ ചോദ്യം ചെയ്യൽ വേളയിൽ വീണയ്ക്ക് മുന്നിൽ നിരത്തിയെങ്കിലും ഭരണപരമായിട്ടുള്ള തീരുമാനങ്ങളെക്കുറിച്ചോ സർക്കാരുമായി ബന്ധപ്പെട്ട ഇടപാടുകളെക്കുറിച്ചോ തനിക്ക് യാതൊരു അറിവുമില്ലെന്ന നിഷേധാത്മകമായിട്ടുള്ള നിലപാടാണ് അവർ അവിടെ സ്വീകരിച്ചത്. തനിക്ക് ലഭിച്ച പണം പൂർണ്ണമായും IT സേവനങ്ങൾ നൽകിയതിന് പകരമുള്ള ബിസിനസ് വരുമാനം മാത്രമാണെന്ന് വീണ വിജയൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും അതിനെ സാധൂകരിക്കുന്ന യാതൊരുവിധ ഡിജിറ്റൽ തെളിവുകളോ വർക്ക് ലോഗുകളോ EDക്ക് മുൻപാകെ ഹാജരാക്കാൻ ഇതുവരെ അവർക്ക് സാധിച്ചിട്ടില്ല.
ഈ സാഹചര്യത്തിലാണ് CMRLും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാട് കേവലം ഒരു വാണിജ്യ ഇടപാടല്ലെന്നും മറിച്ച് ഭരണസ്വാധീനം ഉപയോഗിച്ച് വഴിവിട്ട സഹായങ്ങൾ നേടിയെടുത്തതിന് പകരമായിട്ട് കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു സാമ്പത്തിക ഒത്തുകളിയാണെന്നും ED ഉറപ്പിച്ച് പറയുന്നത്. ഈ തുക ഒടുവിൽ ആരുടെയൊക്കെ കൈകളിലേക്കാണ് എത്തിയതെന്നതിനെക്കുറിച്ചും ഈ സാമ്പത്തിക നേട്ടത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നതിനെക്കുറിച്ചുമാണ് ഇപ്പോൾ ED ഇവിടെ വളരെ വിശദമായിട്ട് അന്വേഷിക്കുന്നത്. CMRL കമ്പനിയിൽ നിന്നും മാസപ്പടിയായിട്ട് കൈപ്പറ്റിയ 2.78 കോടി രൂപ എങ്ങനെയൊക്കെ വിനിയോഗിച്ചു എന്നതിൻ്റെ കൃത്യമായ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ വീണ വിജയൻ വിസമ്മതിക്കുന്നത് ഈ കേസിലെ ഏറ്റവും വലിയ നിർണായക വഴിത്തിരിവാണ്. കുടുംബപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കും നിത്യചെലവുകൾക്കുമാണ് ഈ തുക ഉപയോഗിച്ചതെന്ന രീതിയിലുള്ള അവ്യക്തമായിട്ടുള്ള മറുപടികളാണ് ചോദ്യം ചെയ്യലിൽ ഉടനീളം ലഭിച്ചതെന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ മകളുടെ അക്കൗണ്ടിലേക്ക് വന്ന ഈ തുക ഏതെങ്കിലും തരത്തിൽ പിണറായി വിജയൻ്റെ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അറിവോടെയോ ആണോ ചിലവഴിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോൾ EDക്ക് കൂടുതൽ വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. ഭരണപരമായിട്ടുള്ള തീരുമാനങ്ങളിലൂടെ ഒരു സ്വകാര്യ കമ്പനിക്ക് കോടികളുടെ ലാഭം ഉണ്ടാക്കി കൊടുക്കുകയും അതിൻ്റെ പ്രത്യുപകാരമായിട്ട് മകളുടെ കമ്പനിയിലേക്ക് പണം നിക്ഷേപിക്കുകയും ചെയ്തു എന്ന കണ്ടെത്തൽ നിലവിലെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതാണ്. അന്വേഷണം കൂടുതൽ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വീണ വിജയൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും സ്വത്ത് വിവരങ്ങളെക്കുറിച്ചും ED പുതിയ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. CMRൽ നിന്ന് കൈപ്പറ്റിയ തുക മറ്റ് ഏതൊക്കെ ബിസിനസ്സുകളിലോ നിക്ഷേപങ്ങളിലോ ആണ് ഉപയോഗിച്ചതെന്ന് കണ്ടെത്തുകയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരം ആയുർവേദ കോളേജ് ജംഗ്ഷനിലുള്ള ഒരു പ്രമുഖ ബാങ്കിലെ വീണ വിജയൻ്റെ ലോക്കറിൽ ED നടത്തിയ അപ്രതീക്ഷിത പരിശോധനയിൽ ചില അതീവ രഹസ്യ രേഖകളും സ്വർണ്ണ നിക്ഷേപ വിവരങ്ങളുമൊക്കെ തന്നെ കണ്ടെടുത്തതായിട്ട് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. യാതൊരുവിധ സേവനവും നൽകാതെ പണം വാങ്ങിയത് അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതിനാൽ തന്നെ കേസ് CBI ഏറ്റെടുക്കുന്നതിനുള്ള നിയമപരമായിട്ടുള്ള വഴികളാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. രാഷ്ട്രീയമായിട്ട് ഈ കേസിനെ പ്രതിരോധിക്കാൻ ഇന്നത്തെ പ്രതിപക്ഷവും അന്നത്തെ ഭരണപക്ഷവുമായിട്ടുള്ള CPMനോ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനോ നിലവിൽ സാധിക്കുന്നില്ല എന്നതും പാർട്ടിയിൽ അദ്ദേഹം ഏറെക്കുറെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണെന്നതും ശ്രദ്ധേയമാണ്. നിയമപരമായിട്ടുള്ള എല്ലാ പ്രതിരോധ വഴികളും അടഞ്ഞ പശ്ചാത്തലത്തിൽ മൂന്നാം വട്ട ചോദ്യം ചെയ്യലിൽ വീണ വിജയൻ അറസ്റ്റിലാവുകയോ അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ ED നോട്ടീസ് അയക്കുകയോ ചെയ്താൽ തീർച്ചയായിട്ടും അത് ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ച് അവർക്കുണ്ടാക്കുന്ന രാഷ്ട്രീയ ആഘാതം ചെറുതായിരിക്കില്ല. സാധാരണ രാഷ്ട്രീയ ആരോപണങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് പണമിടപാടുകൾ നേരിട്ട് നടന്നത് മുൻ മുഖ്യമന്ത്രിയുടെ മകളുടെ സ്വന്തം കമ്പനി അക്കൗണ്ടിലേക്ക് ആയതിനാൽ തന്നെ ഇതിൻ്റെ ധാർമ്മികവും രാഷ്ട്രീയവുമായിട്ടുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് മുൻ മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞുമാറാനായിട്ട് കഴിയില്ലെന്നാണ് ഇവിടെ ഭരണപക്ഷവും രാഷ്ട്രീയ പ്രതിയോഗികളും വാദിക്കുന്നത്. അധികാരം ദുരുപയോഗം ചെയ്തതിൻ്റെ തെളിവുകൾ EDയുടെ പക്കലുണ്ടെന്ന വാർത്തകളൊക്കെ തന്നെ പുറത്തു വരുന്നതോടെ കേരള രാഷ്ട്രീയം വരും ദിവസങ്ങളിൽ കൂടുതൽ കലുഷിതമാകുമെന്ന കാര്യം ഉറപ്പാണ്.